വെറുമൊരു ഹണി ട്രാപ്പ് എന്നതിൽ കവിഞ്ഞ് പത്തനംതിട്ട ചരൽക്കുന്നിലെ സംഭവത്തിൽ പുറത്തുവരുന്നത് അതിക്രൂരമായ സൈക്കോപാത്തുകളുടെ വിവരങ്ങളാണ്. മർദ്ദനത്തിന്റെ വിവരണങ്ങളും വീഡിയോകളും കണ്ട് പോലീസുകാർ പോലും ഞെട്ടിയെന്നറിയുമ്പോഴാണ് നടന്നത് എത്രമാത്രം കൊടിയ പീഡനമാണ് എന്ന് മനസ്സിലാകുക. രശ്മിയുമായി യുവാക്കൾക്കുണ്ടായിരുന്ന വഴിവിട്ട ബന്ധം ഭർത്താവ് ജയേഷിൽ പകയായി വളരുകയും ക്രൂരമായ മർദ്ദനത്തിലേക്കും പീഡനത്തിലേക്കും നയിച്ചുവെന്നുമാണ് പോലീസ് പറയുന്നത്. ചോര കണ്ടാൽ തലകറങ്ങുന്നയാളാണ് എന്ന് നാട്ടുകാർ ധരിച്ചു വെച്ചിരുന്ന രശ്മിയാണ് യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിൻ അടിച്ചത് എന്ന വാർത്ത കേട്ട് വിശ്വസിക്കാനാകാതെ മൂക്കത്ത് വിരൽ വെക്കുകയാണ് നാട്ടുകാർ. ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി പോലീസ് എത്തി ജയേഷിനെയും രശ്മിയെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വിവരം മാധ്യമങ്ങളിൽ വാർത്തയായി വന്നപ്പോൾ മാത്രമാണ് റബ്ബർ തോട്ടത്തോട് ചേർന്നുള്ള ഏറെക്കുറെ ഒറ്റപ്പെട്ട പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി കാഴ്ചമറച്ച ആ 2 മുറി വീട്ടിൽ നടന്നിരുന്നത് എന്താണ് എന്ന് തൊട്ടയൽപക്കത്തുള്ളവർ പോലും അറിഞ്ഞത്. കൂടുതൽ അന്വേഷണത്തിൽ ഹണി ട്രാപ്പ് എന്നതിനപ്പുറം ബന്ധത്തിലെ പകയാണ് മർദ്ദനത്തിന് പിന്നിലെ എന്ന് വ്യക്തമാകുന്നു. അതിക്രൂര മർദ്ദനത്തിനും പീഡനത്തിനും ഇരയായത് റാന്നി സ്വദേശിയായ 29-കാരനാണ്. 7 വർഷമായി ജയേഷിനെ പരിചയമുണ്ട് യുവാവിന്. അതുവഴിയാണ് രശ്മിയെയും പരിചയം. 2018 മുതൽ ജയേഷും യുവാവും അടുപ്പക്കാരാണ്. ഇരുവരും ബംഗളൂരുവിലെ ക്രഷർ കമ്പനിയിൽ ജോലിക്കാരായിരുന്നു. ജയേഷിനെ കിട്ടാനായി യുവാവിന്റെ ഫോണിൽ വിളിച്ച് രശ്മിയും യുവാവും തമ്മിൽ പരിചയമുണ്ടായിരുന്നു. ഈ അടുപ്പം വെച്ച് തിരുവോണ ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് വരാൻ രശ്മി വിളിച്ചപ്പോഴും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ആ യുവാവിന്. ജയേഷിനൊപ്പം വീട്ടിലെത്തിയ യുവാവ് വൈകാതെ തന്നെ ക്രൂര പീഡനത്തിന് ഇരയായി. പിന്നീട് പറയുന്ന വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. സംസാരിച്ചിരിക്കുന്നതിനിടെ ജയേഷ് പെപ്പർ സ്പ്രേ അടിച്ച ശേഷം ഇടിച്ച് താഴെയിട്ടു. പിന്നീട് ഇരുവരും ചേർന്ന് ഷാൾ ഉപയോഗിച്ച് കൈകൾ കെട്ടിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചു. വല്ലാത്ത ഒരുതരം സൈക്കോപാത്തുകളെ പോലെയായിരുന്നു പിന്നെ ജയേഷിന്റെയും രശ്മിയുടെയും പ്രവർത്തികൾ. രശ്മിയാണ് യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചത്. ഒരിക്കൽ റോഡിൽ വെച്ച് ഒരു അപകടം നേരിൽ കണ്ട രശ്മി ചോര കണ്ട് തലകറങ്ങി വീണത് ഇവിടത്തെ നാട്ടുകാർക്ക് ഇന്നും ഓർമ്മയുണ്ട്. അത്തരം പശ്ചാത്തലമുള്ള രശ്മി ഒരു യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിൻ അടിച്ചുവെന്നും നഖം പിഴുതെടുത്തുവെന്നും കേട്ട് ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. ചോര കണ്ട് തലകറങ്ങിയ രശ്മിയാണോ ഇതൊക്കെ ചെയ്തത് എന്ന് നാട്ടുകാർക്ക് സംശയം. നഖം പിഴുതെടുത്തപ്പോൾ കാലിൽ നിന്ന് ചോര ഒലിക്കുന്നത് കണ്ട് ജയേഷും രശ്മിയും ചിരിക്കുകയായിരുന്നത്രേ. മർദ്ദിക്കുന്നതിന് മുൻപ് ദമ്പതികൾ ആഭിചാര ക്രിയകൾ നടത്തിയെന്നും മറ്റേതോ ഭാഷ സംസാരിച്ചിരുന്നുവെന്നും പീഡനത്തിനിരയായ യുവാക്കൾ പറയുന്നുണ്ട്. 2 യുവാക്കളാണ് രശ്മിയുടെയും ജയേഷിന്റെയും ക്രൂരതയ്ക്ക് ഇരയായത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കൂടുതൽ യുവാക്കൾ ഇവരുടെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ്. ഒരാൾ ആലപ്പുഴ സ്വദേശിയാണ്, മറ്റൊരാൾ പത്തനംതിട്ട റാന്നി സ്വദേശിയും. സെപ്റ്റംബർ 1 ആലപ്പുഴ സ്വദേശിയാണ് ആദ്യം മർദ്ദനത്തിനിരയാക്കിയത്. ബംഗളൂരുവിലാണ് ഇയാൾക്ക് ജോലി. രശ്മിയുമായി ഫോൺ വഴി അടുപ്പമുണ്ടായിരുന്നു. സെപ്റ്റംബർ 1 നാട്ടിലെത്തിയ യുവാവിനെ രശ്മി വീട്ടിലേക്ക് ക്ഷണിച്ചു. തിരുവല്ലയിലെത്തിയ യുവാവിനെ ജയേഷാണ് അവിടെ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ജനനേന്ദ്രിയത്തിൽ കുരുമുളക് സ്പ്രേ അടിക്കുകയും ചെയ്ത ശേഷം വാഹനത്തിൽ കയറ്റി വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു. പിന്നീടാണ് സെപ്റ്റംബർ 5 തിരുവോണ ദിവസം ഇരുവരുടെയും സുഹൃത്തു കൂടിയായ റാന്നി സ്വദേശി മർദ്ദനത്തിനിരയായത്. ഇയാളാണ് അതിക്രൂരമായ മർദ്ദനമുറകൾക്ക് ഇരയായത് എന്ന് വ്യക്തം. ആലപ്പുഴ സ്വദേശിയെ ചെയ്തതിനേക്കാൾ ക്രൂരമായിരുന്നു റാന്നി സ്വദേശിക്ക് നേരിടേണ്ടി വന്നത്. കെട്ടിത്തൂക്കി മർദ്ദിക്കുകയും ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിൻ അടിക്കുകയും ചെയ്തു. നഖം പിഴുതെടുത്തു. അതിനർത്ഥം കടുത്ത പക ഇരുവർക്കും ഉണ്ടായിരുന്നത് റാന്നി സ്വദേശിയോടാണ് എന്ന് അനുമാനിക്കാം. വ്യത്യസ്തതയും ഒപ്പം ദുരൂഹതയും നിറഞ്ഞതാണ് ജയേഷിന്റെയും രശ്മിയുടെയും വീട്. സിമന്റ് കട്ടയിൽ തീർത്ത് ആസ്ബറ്റോസ് ഷീറ്റിട്ട് 2 മുറി വീട്ടിലാണ് കുട്ടികളടക്കം ഈ കുടുംബത്തിന്റെ താമസം. വീടിന് മുന്നിൽ 5 ഏക്കറിലധികം വരുന്ന റബ്ബർ തോട്ടം. വീട്ടിലേക്ക് എത്താൻ ആകെയുള്ളത് പരുത്തിമുക്ക് കള്ളിപ്പാറ റോഡിൽ നിന്ന് 100 മീറ്റർ ദൂരമുള്ള 3 അടി പാത. വീടിന്റെ പുറത്തേക്കുള്ള 2 വാതിലുകൾക്കും പൂട്ടില്ല. പകരം പ്രധാന വാതിലിന് മുകളിൽ കിടപ്പുമുറിയിലേക്ക് തിരിച്ചു വെച്ചിട്ടുള്ള നിലയിൽ ഒരു CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അയൽക്കാരിൽ നിന്ന് വീട്ടിലേക്ക് കാഴ്ച മറയ്ക്കാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും വലിച്ചു കിട്ടിയിരുന്നു. അയൽക്കാരുമായി അധികം അടുപ്പം ഇരുവരും സ്ഥാപിച്ചിരുന്നില്ല. കുട്ടികൾ പോലും അയൽക്കാരുമായി സംസാരിക്കുന്നത് വിലക്കി. വീട്ടാവശ്യത്തിനുള്ള വെള്ളമെടുക്കുന്ന അയൽപ്പക്കത്തെ വീട്ടുകാരുമായി പോലും അധികം സംസാരിക്കാൻ രശ്മി താല്പര്യം കാണിച്ചിരുന്നില്ല. ബുധനാഴ്ച വൈകുന്നേരം പോലീസ് ആദ്യം എത്തിയത് ജയേഷിനെ തേടിയാണ്. പിറ്റേന്ന് രശ്മിയെയും കൊണ്ടുപോയപ്പോൾ സംഭവം ആരാഞ്ഞ നാട്ടുകാരോട് വൈകാതെ മാധ്യമങ്ങളിലൂടെ എല്ലാം അറിയും, ഞങ്ങളൊന്നും പറയുന്നില്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടി.
നാട്ടുകാർക്ക് മുന്നിൽ പാവങ്ങളായി അഭിനയിച്ച ഇരുവരും സൈക്കോപാത്തുകളാണ് എന്ന തിരിച്ചറിവിൽ ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാരും പോലീസും. കൂടുതൽ ആരെങ്കിലും മർദ്ദനത്തിനും പീഡനത്തിനും ഇരയായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുകയാണ്. മർദ്ദനത്തിന്റെ വീഡിയോ പകർത്തിയ ജയേഷിന്റെ ഫോണിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ്. വിശദമായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. അതിനിടെ ആലപ്പുഴ സ്വദേശിയായ 19-കാരനായ യുവാവിനൊപ്പം രശ്മി വിവസ്ത്രയായി നിൽക്കുന്നതടക്കം 5 ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതികൾ തന്നെ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഈ കേസിൽ നിർണായകമാകുമെന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾക്ക് പുറമെയാണ് ആലപ്പുഴ സ്വദേശിയായ യുവാവിനൊപ്പം വിവസ്ത്രയായി നിൽക്കുന്നതിന്റെ ദൃശ്യവും രശ്മിയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയത്. ഈ ദൃശ്യങ്ങളുടെ സാഹചര്യത്തിൽ ആലപ്പുഴ സ്വദേശിയെ വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി ഇയാളോട് ചോദ്യം ചെയ്യലിനെത്താൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ പ്രതികളായ ദമ്പതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് ചൊവ്വാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും.